ഇതുവരെ ആ ശങ്കരനാരായണ മക്കളുടെ വീട്ടിലൊന്നും പോയി വിളിച്ചില്ലല്ലേ? കഴിഞ്ഞ 10 ദിവസമായിട്ട് നടക്കുക. വളരെ വേണ്ടപ്പെട്ടവരെ ഫോണിൽ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? എന്നാ പിന്നെ സ്വന്തം മോടെ കല്യാണത്തിന് ഒരു ലിസ്റ്റ് എഴുതി BSNL കമ്പനി ഏൽപ്പിക്കാം. അവര് വിളിച്ചോളൂ. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? സംസ്ഥാനം മൊത്തം വിളിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പേര് കുറിച്ചാണ്. ഇതായിപ്പോ നന്നായി. വിട്ടുപോയ പലരും കൊണ്ടെന്നും പറഞ്ഞേ നിങ്ങളും കുറെ പേര് കുറിച്ച് തന്നില്ലേ? അത് പിന്നെ ഇന്ന് ഇതെന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ട്. എനിക്കറിയരുതോ? എന്റെ മൂന്ന് സാറേ, ഞാൻ ചെല്ലുന്ന പല വീട്ടിലും എനിക്ക് മുമ്പേ നിന്റെ തത്ത കയറി ഇറങ്ങുക. ഇവിടുന്ന് പിണങ്ങി പോയ സാധനം നമ്മളെ അറിയിക്കാറുള്ളത് കല്യാണം വിളിക്കാണ്. ഇരട്ടി പണിയായി. മോളെ വിളിച്ചു പറഞ്ഞേ കുറെ ചെനക്ക് തവള കൊണ്ട് കൊടുത്തതാ. അതുകൊണ്ട് നടക്കുമായിരിക്കും. എന്നാ ഈ കുരിശ് എങ്ങോട്ടാ പോകുന്നത് നടക്കരുതെങ്കിൽ നമുക്ക് ആ വഴി പോകാതിരിക്കാനായി. എന്നെ പറ്റിയാ പറയുന്നത് അല്ലേ? ഇവിടെ ഇയാൾ മാത്രമേ ഉള്ളൂ കുരിശ്. അങ്ങനെയാണെങ്കിലും എനിക്ക് അഹങ്കാരം ഒന്നുമില്ല. അഖിലിന്റെ വിവരം എന്തുണ്ട്? മോൾ ആകെ വിഷമത്തില്ല. എടാ, കല്യാണം വിളിക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കുഞ്ഞമ്മാവനോട് പറ എത്ര സ്ഥലത്ത് പോയി വിളിക്കണം. കല്യാണത്തിനെ ആളെ ക്ഷണിക്കാനാ, അല്ല അവര് വരാതിരിക്കാനല്ല. ഒരു കുഞ്ഞമ്മാവൻ. എടാ, ഈ കുടുംബത്തിൽ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരുത്തൻ ജനിച്ചിട്ടുണ്ടോ? നിനക്ക് ഈയിടെയായിട്ട് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടവൻ ഇരുന്നാൽ ചൊരക്കേണ്ടവൻ ചോരയ്ക്കും. നീ എന്നാ ചൊര തുടങ്ങിയത്? കുഞ്ഞമ്മാവൻ അറിഞ്ഞില്ലല്ലോ. കുഞ്ഞമ്മാവ ഒരു പെൺകുച്ചിന്റെ കല്യാണക്കാരി സംസാരിക്കും. അത് തന്നെ കുഞ്ഞമ്മാവന് പറയുന്നത്. സുമിത്രമോൾ എന്തിനാ വിഷമിക്കുന്നേ? മുകുന്ദനെ വിളിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു? അവൻ വരും. എന്ന് വരുമെന്നാണ്. കല്യാണം കഴിയാതെ മടങ്ങി പോവില്ലെന്ന് പറഞ്ഞു വന്നവൻ പിറ്റെന്ന് മുങ്ങി. ഈ ഉത്തരവാദിത്വം ഇല്ലാത്തവനെ കൊണ്ടൊക്കെ പെണ്ണ് കെട്ടിക്കേണ്ട കാര്യം എന്താ? ആര് പറഞ്ഞു അവന് ഉത്തരവാദിത്വമില്ലെന്ന്? എടാ, ഇതിൽ കൂടുതൽ പിന്നെ ആര് പറയണം? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞാലേ അതിന്റെ ക്ഷീണം ഈ കുടുംബത്തിനല്ല, എനിക്കാ. പളനിക്ക് പോകാൻ നേർച്ചയ്ക്ക് വന്നതായിരിക്കും. മൂപ്പിലാൻ എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടും മക്കളെ. നിങ്ങളിങ്ങനെ മിണ്ടാതെ നിന്നാലോ? എവിടുന്നാ? ആരാ? നിന്റെ തന്ത. നിനക്ക് വേറൊരു കാര്യങ്ങൾ മനസ്സിലായോ? നീ എന്റെ മോളായത് കൊണ്ടാ. ഇവിടെ വെള്ളം ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് എന്റെ മോളെ കല്യാണം ക്ഷണിക്കുന്നില്ല. ഇയാളെ മോളോ? എന്റെ വേറെ കിടാവായിരുന്നു ചേട്ടാ ഇയാളുടെ മോളായത്. എന്താ സംശയമുണ്ടോ? ഇയാള് വലിയ RDO ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സുശീലക്കാർക്ക് അതൊരു പ്രശ്നമല്ല. എന്റെ തറവാട്ട് മഹിമയെ. ചുമ്മാ ഇരിക്കണേ. എന്തുവാടാ ഇപ്പോഴും എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുക? ഓച്ചിറക്കാളെ കൂട്ടിരിക്കുക. അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. പിണങ്ങി പോവാന്ന് പറഞ്ഞു പോയിട്ട് നാളെ ഇല്ലാതെ കയറി ഇറങ്ങി കല്യാണം വിളിച്ച് നടക്കുക. നീ അങ്ങനെ പറയണപടി ജന്മം നിന്ന് കഷ്ടപ്പെട്ട് വളർത്തി ചൊവ്വുള്ള ഒരുത്തന്റെ കൂടെ കെട്ടിട്ട് വിട്ടപ്പോ നീ ഒക്കെ പറയണത് ഇങ്ങനൊക്കെ. ചൊവ്വുള്ളവൻ ആരാ? ആദ്യോ എന്റെ അനുഗ്രഹൻ. ഈ വാസുദേവന് ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ നിർത്തിയ ചിന്നു കുടിക്കുന്നില്ലോടി. അതിന് മൂപ്പിലാന് നട്ടമൊന്നും ഇല്ലല്ലോ. പണ്ട് നീ നാട് വിട്ടു പോകുന്നതിനും എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇടിയേശിയ തെങ്ങ് പോലെ നീ ഉണങ്ങിപ്പോയേനെ. അതിനിക്കട്ടെ കല്യാണം വിളിയൊക്കെ ഏതൊക്കെ വരെയായി? വിവാഹ തലേന്ന് വരെ വിളി കാണുമായിരിക്കും. ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഞാൻ നടത്തിത്തരാൻ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഗതികേട് തുല്യതാരണം ഒറ്റമോക്ക് ഉണ്ടായിട്ടില്ല. അതിനൊക്കെയുള്ള പ്രാപ്തി എനിക്കുണ്ട്. അമ്മാവൻ ഏജ് ഓവർ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ നടത്താം. ഇനിയിപ്പോ നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. എന്തോ ചെയ്യണമെന്നാ? വൈകിട്ട് അത്താഴം കൊടുക്കുമ്പോൾ ഇത്തിരി എരിവശം കലക്കി രണ്ടും കൂടെ കൊടുക്കും. കല്യാണം ഭംഗിയായിട്ട് നടക്കും. സമാധാനമായല്ലോ അല്ലേ? എന്നെ പറയിച്ചപ്പോ സമാധാനമായല്ലോ. പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകം വേണം, വിവേകം. അഖിലിനെ വിളിച്ചിട്ട് എന്തായി? അവ സെൽ ഓഫ് ചെയ്തിട്ടിരിക്കുക. മോൾ അവനെ കാത്തിരിക്കാതെ നീ പോയി ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കും. വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. അവന് വേണ്ടി ഒരു വന്ന് വിളിക്കട്ടെ. എന്തൊക്കെ പ്ലാൻ ചെയ്തത് അവൻ. എന്നിട്ട് ഇനി ചെറുക്കന് വല്ല ഉടായിപ്പും മറ്റും ഉണ്ടോ മക്കളെ? ആ കരുതാക്കൊണ്ടൊന്നും ഉണ്ടായില്ലേ? അല്ല, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തും കണ്ടുമൊക്കെ ശീലമുള്ളതാ കുഞ്ഞമ്മാവൻ. അത് വേണ്ട. അവനെ ഞാനാ വളർത്തിയത്. അച്ഛൻ വിളിച്ചു അഖിലിനെ. അത് പിന്നെ വിളിച്ചു. എന്നിട്ട് അത്യാവശ്യമായ എന്തെങ്കിലും തിരക്കുകൾ വന്നു കാണും. നമ്മളത് മനസ്സിലാക്കട്ടെ. ഞാൻ വിളിക്കുമ്പോ ബാംഗ്ലൂരില, ഡൽഹിയില, മലേഷ്യയിലെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ, അവൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവന് കല്യാണം കഴിക്കാൻ സമയമില്ലാത്തവന് ജീവിക്കാൻ സമയം കാണുമോ മക്കളെ? ഇവരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളെ വിഷമിപ്പിക്കും. അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മോൾ ആരെ എന്തിനെ പേടിക്കണം?
വന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് മടങ്ങിയതാ. മോൾ അതിന്റെ വിഷമത്തിലാ. എന്തെങ്കിലും കഴിക്കണ്ടേ? അച്ഛൻ വന്നോളൂ. എന്തുവാണ്? തൊലിക്കട്ടി പരിശോധിച്ച് നോക്കിയതാ. പിണങ്ങി പോയിട്ട് ഒരു ഉടുപ്പുമില്ലാതെ നാണം കെട്ട് കേറി വന്നിരിക്കുന്നു. അതെ, എനിക്ക് 7 പെൺമക്കളാണ്. ഏറ്റവും ഇളയവളായി ഇത്. 6 മരുമക്കൾ കടന്നു വന്നപ്പോഴും മരുമക്കളായിട്ടേ തോന്നിയിട്ടുള്ളൂ. മറിച്ച് മുകുന്ദൻ, അവൻ എനിക്ക് മരുമോനല്ല, മോന. കലഹിക്കുമ്പോ എടോന്നും ഇയാളെന്നും ഒക്കെ എന്നെ വിളിക്കുന്നെന്നും ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 10 ദിവസത്തിൽ കൂടുതലൊന്നും അവനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നതോ. പെമ്മക്കൾ എനിക്ക് 7 ഉണ്ട്, പക്ഷേ മോനൊന്നേ ഉള്ളൂ. വലിയ തറവാട്ടുകാരൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരും അന്വേഷിക്കുന്നു കേട്ടോ. വിമൽകുമാറാണ് വന്ന് നിൽക്കുന്നത്. വാസുദേവൻ എവിടാടാ? നിന്റെ പേരാണല്ലോടാ വിളിച്ചു പറയുന്നത്. അത് പിന്നെ ഇവിടെ പേരും പെരുമയും എനിക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഞാൻ നോക്കാൻ. അയ്യോ വല്യമ്മാവൻ എനിക്കൊരു വാക്ക് തരണം. ഏത് വാക്ക്? അതല്ല, എനിക്കൊരു ഉറപ്പ് തരണം. എന്തുവാണ്? ഈ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ വല്യമ്മാവൻ എന്ത് ചെയ്യും? എങ്ങനെ നേരിടും? ഞാൻ അതാ എന്റെ ബലം. പുറത്ത് വന്ന് നിൽക്കുന്നത് ഒരു കുടുംബ പ്രശ്നമാണ്. അവൻ ഇവിടെ വന്ന് എന്നെ അന്വേഷിച്ചാ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞത്. കാര്യം താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ പറയാമോടാ? പറയണം. ചുരുങ്ങിയ പക്ഷം ഞാനിവിടെ ഇല്ലെന്നെങ്കിലും പറയണം. പ്ലീസ് അമ്മാവ, തല പോയാലും ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത്. ഞാൻ മുങ്ങുക. എന്താടാ വിളിച്ചു ചോദിച്ചിട്ട് ആരും ഒന്നും പറയാത്തത്? വാസുദേവനല്ലേ ഒച്ച ഇവിടെ? ഇവിടെ ആണുങ്ങളാരും ഇല്ലെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ അവനെ ഇറക്കി വിടും പോകില്ലേ? എന്റെ അമ്മയെ ചതിച്ചവനെ കൊടലെടുക്കും ഞാൻ. സുശീലൻ ഇവിടെ നിൽക്കുമ്പോ ആര് വന്ന് ബഹളം വെക്കാൻ? അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ അകത്ത് പോ. വേണ്ട, അവനെ ഞാൻ പേടിപ്പിച്ചു വിട്ടോളാം. നിങ്ങൾ അകത്ത് പോ. ഇതേതാണ് ഈ മുതല്? മുതലല്ല, കരിമ്പൂച്ച. കരിമ്പൂച്ചയല്ല. നീ എന്താണ് തുണി ഉടുക്കാതെ പോകുന്നത്? ഇതെന്റെ യൂണിഫോമാ. എങ്ങനെയുണ്ട്? കൊള്ളാം. കാക്ക അണ്ടർവെയർ ഇട്ടത് പോലെ ഉണ്ട്. നമ്മുടെ അച്ഛനെത്തി. എന്റെ അച്ഛൻ ചത്തിട്ട് കൊല്ലങ്ങളായി. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ അച്ഛന്റെ കാര്യമാണ് ചോദിച്ചത്. നിന്റെ അച്ഛൻ ഇവിടുത്തെ പത്തായത്തിലാണോടാ? പത്തായത്തിലായാലും കൊട്ടാക്കിയിലായാലും എനിക്ക് പ്രശ്നമല്ല. അങ്ങേരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. എന്തുവാടാ നിന്റെ അച്ഛന്റെ പേര്? അങ്ങേരുടെ പേര് പറഞ്ഞാലേ എന്റെ നാക്ക് ചൊറിയും. അതെന്താ ചേനയെന്നാണോ നിന്റെ അച്ഛന്റെ പേര്? ചേനയായാലും ആനയായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോയി. അത് ശരി. അപ്പൊ നീ നിന്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കത്തില്ല, വാക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ആക്കരുത് മൂപ്പിലെ. ഞാൻ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഇടിച്ച് ചാച്ചുകളെ ഞാൻ വിളിക്ക് മാത്രവനെ കുത്തി കൊടലെടുത്തിട്ട് പോട്ടെ. പോയിട്ട് വേറെ പണിയുള്ളതാ. എന്തുവാടാ നീയും അവനുമായിട്ട് പ്രശ്നം? ഞാനുമായിട്ടല്ല, എന്റെ അമ്മയായിട്ടാ പ്രശ്നം. എന്റെ അമ്മ എനിക്ക് കൊട്ടയം തന്നിരിക്കുക. അങ്ങനെ തട്ടിട്ട് എന്നാൽ വയറ് നിറച്ച് പൊറോട്ട ഇറച്ചി മേടിച്ചു തരാവുന്ന വിളിക്കങ്ങനെ. ഈ വീട് ഏതാണെന്നറിയാവോ നിനക്ക്? ഞാൻ ആരാണെന്നറിയാവോ നിനക്ക്? ബന്ധം പറഞ്ഞതിനെ കേൾക്കാൻ നോക്കുക. 25 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മ ഇവിടെ സത്യാഗ്രഹത്തിന് വന്നപ്പോ ഒരു ചാക്കരിയും വേണ്ടുന്ന സാധനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ട പുള്ളികളാ നിങ്ങൾ. അതിനെ 25 വർഷങ്ങൾക്ക് ശേഷം ഇരുട്ട് വാക്കിന് എന്റെ വേദിക്ക് വന്നു നിന്ന് എന്റെ അമ്മയെ എന്ന് വിളിക്കുന്നു. എന്റെ കോമതിയെ ഞാൻ ആടിയെന്ന് വെട്ടുകത്തി എടുത്തോണ്ട് എന്റെ അമ്മ ഇറങ്ങി ചെന്നപ്പോ വീടും കൊണ്ടോടി രക്ഷപ്പെട്ടത്. മര്യാദയാണോ? ഇങ്ങനെ പറ, മര്യാദയാണോ? അങ്ങനെ അന്തസ്സുള്ള നന്ദയായിരുന്നെങ്കിൽ ഒരു ഫുൾക്കുപ്പി റമ്മും 10-12 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയൊക്കെ മേടിച്ചോണ്ട് വന്ന് മോനെ വിമൽകുമാറെ, കാലങ്ങൾക്ക് ശേഷം അച്ഛൻ വന്നിരിക്കുക, ഇതാ നിനക്കൊരു ഗിഫ്റ്റ് എന്ന് തരണ്ടേ? ഇല്ല മൂപ്പിന്ന് പറ. ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ, നീ വാസുദേവന്റെ മകൻ തന്നെ. ഞാൻ അച്ഛനെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വന്നതല്ല, വിളിക്കങ്ങനെ. എടാ അവൻ ഇവിടെ ഇല്ല. അത് ശരി, എങ്കിലും ഇവിടെ ഇരിക്കാം. വന്ന് കണ്ടിട്ടേ പോണുള്ളൂ. ആണുങ്ങൾ വരുന്ന വീടായോ? പിന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതോ? വരട്ടുക അല്ലേ? കൊട്ടേഷൻ പണി നടത്തി ജീവിക്കുന്നവനാ ഞാൻ. ഒരുപാട് എസ്ഐമാരെ കണ്ടവനാ ഞാൻ.
ഞാൻ എന്റെ അച്ഛന്റെ കുടലെടുക്കുന്നത് നിങ്ങൾക്കല്ലാന്ന്. എടാ പുറത്തു പോകാൻ സമ്മതിക്കേ? പേടിച്ചിട്ടല്ല, പ്രായമായവരെ ബഹുമാനിക്കണമല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പൊ പോവുക. ഇനിയും ഞാൻ വരും. അങ്ങനെ വരുമ്പോ പറഞ്ഞേക്കണം വിമൽകുമാർ വന്നിരുന്നു. അങ്ങനെ കുട്ടി കുടലെടുക്കാതെ